യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും വിട്ട് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ എൻ്റെ വഴികൾ ഉയർന്നവയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിൻ്റെ വിചാരം? ദൈവത്തിൻ്റെ ഹൃദയ വിചാരം നമ്മെ അനുഗ്രഹിക്കണമെന്നുള്ളതാണ്. നമ്മോട് ക്ഷമിക്കണം, കരുണ കാണിക്കണം, സ്നേഹിക്കണം എന്നൊക്കെയാണ്. നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന നിമിഷം തന്നെ ദൈവം ക്ഷമിക്കും, ദൈവം കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടെത്താവുന്ന സമയമാണ്, ദൈവം അടുത്തിരിക്കുന്ന സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും, ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദൈവം പറയുകയാണ്, അതെങ്ങനെയായിരിക്കും ആ കരുണ, എങ്ങനെയായിരിക്കും ആ ദൈവിക ഇടപെടൽ? ദൈവം പറയുന്നു, ആകാശത്ത് നിന്ന് മഴയും ഹിമവും ഭൂമിയിൽ പെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകി തരേണ്ടതിന് ദൈവം ഭൂമിയിൽ മഴ പെയ്യ്ക്കുകയാണ്. മഴ പെയ്യുന്നത് കാണാൻ നമുക്ക് സന്തോഷമാണ്. എന്നാൽ മഴ പെയ്യിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ ആദ്യം ഭൂമിയെ ഒന്ന് നനയ്ക്കും. ഭൂമിയെ നനയ്ക്കുമ്പോൾ മണ്ണിൽ കട്ടകൾക്കിടയിൽ കിടക്കുന്ന വിത്തിനെ ഞാൻ നനയ്ക്കും. മഴയാൽ ഞാൻ ആ കട്ടകളെ കുതിർക്കും. എന്നിട്ട് ആ വിത്തിനെ ഞാൻ ഫലവത്താക്കി വിളയിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അയക്കുമ്പോൾ അത് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കും. ഒരാശ്വാസം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു പ്രവൃത്തിയല്ല വചനത്തിനുള്ളത്. മഴ പെയ്യുമ്പോൾ മഴ ഭൂമിയെ നനച്ചുകൊണ്ട് അവസാനിക്കുകയല്ല, ചിലതിനെ മുളപ്പിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ആഹാരം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം മഴ പെയ്യിച്ച് വിത്തിനെ മുളപ്പിച്ച് ആഹാരം തരും. അതുമാത്രമല്ല, വീണ്ടും വിതയ്ക്കുവാൻ വിത്തും കൂടി ഉണ്ടാകേണ്ടതിനാ ദൈവം മഴ പെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. അത് ഒരുവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ആ വചനം കാര്യം സാധിപ്പിക്കാതെ, പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരില്ല. നിങ്ങളുടെ അകത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ വചനം വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ കഷ്ടതയിൽ അതൊരാശ്വാസമാണ്, ആവശ്യങ്ങളുടെ നടുവിൽ അതൊരു കരുതലാണ്. അതുകൊണ്ട് അവസാനിക്കില്ല കേട്ടോ. അത് നിങ്ങളെ സഹായിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മക്കളെ സഹായിക്കും, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ മക്കളെയും വിടുവിക്കുവാൻ ആ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ദേശത്തെ വിടുവിക്കുവാൻ ആ വചനത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഇന്ന് പകൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും രക്ഷിക്കുവാനാണ് വചനം വരുന്നത്. നിങ്ങളുടെ ദേശത്തെ രക്ഷിക്കുവാനാണ് വചനം വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ. വീണ്ടും നമുക്ക് വചനത്തിൽ കാണാം. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല, ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. യേശു പറഞ്ഞു, അവരെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ഈ ഭൂമിയിൽ വന്നത് നമ്മെ ഭവനത്തിൽ കൊണ്ടുപോകാനാണ്, നമുക്ക് തേജസ് തരാനാണ്, നിത്യജീവൻ തരാനാണ്. ഈ ഭൂമിയിൽ ഒരു നിറവ് തന്ന് അവസാനിപ്പിക്കുന്ന ഒരു രക്ഷാപദ്ധതിയല്ല ഇത്. വീട്ടിൽ കൊണ്ടുപോകാനാണ് ദൈവം ഈ ഭൂമിയിൽ വന്നത്. എങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ
ദൈവം നിങ്ങളെ ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ, വീണ്ടും വിതയ്ക്കുവാൻ വിത്ത് നൽകുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം എന്തിനാണോ വന്നത് ആ പ്രവൃത്തി തികയ്ക്കാതെ ഒരിക്കലും മടങ്ങുകയില്ല. വിശ്വസിക്കുക, നിങ്ങളെ വിടുവിക്കുന്ന ദൈവം നിങ്ങളുടെ തലമുറ വിടുവിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ ദേശത്തെ വിടുവിപ്പാൻ ശക്തനാണ്. അത് സംഭവിക്കാൻ പോകുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.